മണിപ്പൂരിലെ കാങ്പോക്ചി ജില്ലയിൽ വാഹനത്തിന് നേർക്കുണ്ടായ വെടിവെപ്പിൽ 5 നാഗാ വിഭാഗക്കാർ കൊല്ലപ്പെട്ടു. ഇന്നലെ ഇംഫാൽ താമെങ്ലോങ് റോഡിൽ വെച്ച് അജ്ഞാത സംഘം വെടിയുതിർക്കുകയായിരുന്നു. ആക്രമണത്തിന് പിന്നിൽ കുക്കി വിഭാഗക്കാരാണെന്ന് നാഗാ സംഘടനകൾ ആരോപിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ചെന്ന് മേഖലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, വീണ്ടും നേപ്പാളിൽ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണോ? എന്താണിപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, മണിപ്പൂരിൽ കുക്കി നാഗവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കാങ്പോക്പിയിലാണ് വലിയ സംഘർഷം ഉണ്ടായത്. ഇന്നലെ രാവിലെ 8:30 ആയുധധാരികളുടെ ഒരു സംഘം വാഹനത്തിൽ പോയ നാഗകൾക്കെതിരെ വെടിവെക്കുകയായിരുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. സംഭവത്തിൽ മൊത്തം 5 പേർക്ക് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ 5 പേരെ വലിയ അതിഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പിന്നാലെയാണ് ജീവൻ നഷ്ടപ്പെട്ടത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാഗാ കുക്കി വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നാഗാ വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് കുക്കികൾ വലിയ തരത്തിൽ അക്രമം അഴിച്ചുവിടുന്നുവെന്ന് കഴിഞ്ഞ കുറെ നാളായി നാഗാ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനം ഉണ്ടായതാണ്. എന്നാൽ ഈ സംഭവത്തിന് പിന്നാലെ ഇന്നിപ്പോൾ ഈ കാങ്കോപ്പി അടക്കമുള്ള ഇടങ്ങളിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ ഈ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഉന്നതതല യോഗം ചേർന്നിട്ട് അനധികൃതമായി ആയുധം കൈവശം വയ്ക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് സുരക്ഷാ ഏജൻസികൾക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലയിൽ നാഗാ വിഭാഗങ്ങളുടെ വസതികൾ ഇത്തരത്തിൽ, വീടുകൾ ഇത്തരത്തിൽ കുക്കി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അത്തരത്തിൽ സായുധ ഗ്രൂപ്പുകൾ തീവച്ച് നശിപ്പിച്ചിരുന്നു. മുൻപ് സമാനമായി തന്നെ കുക്കി നാഗ സംഘർഷത്തിൽ നിരവധി ആളുകൾ ഈ മേഖലയിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതാണെങ്കിലും മണിപ്പൂരിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുന്നു. നേരത്തെ നമുക്കറിയാം, മെയ്തേയ് കുക്കി വിഭാഗങ്ങൾ തമ്മിലാണ് മണിപ്പൂർ കലാപം ഉണ്ടായതെങ്കിൽ നാഗാ കുക്കി വിഭാഗങ്ങൾ തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന വൈരാഗ്യം ഇപ്പോൾ വീണ്ടും ശക്തമാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നാഗകൾ അത്തരത്തിൽ നിരന്തരം ആക്രമിക്കപ്പെടുന്നു. അവർ പറയുന്നു കുക്കി വിഭാഗങ്ങളെ നാഗകൾ കൊല്ലുന്നെന്ന്. കുക്കി വിഭാഗം മറിച്ചും ആക്രമണം അത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നു. അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഇപ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷാ സേന മേഖലയിൽ വിന്യസിക്കുന്നതോടൊപ്പം തന്നെ കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചു വരുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. സ്മൃതി, ശരി. നോബിൾ മാരിക്കാരനാണ് ഇപ്പോൾ മണിപ്പൂരിലെ സംഘർഷത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്.